ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ഷവർമയാണ്. അപ്പോൾ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഷവർമ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയ്ക്ക് വേണ്ടി നമ്മൾ ചിക്കൻ എടുത്തേക്കാണിത്. ചിക്കൻ നമ്മൾ കറിക്ക് വേണ്ടിയുള്ള പീസായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് എടുത്തേക്കാണ്. മസാല വരട്ടി വെക്കാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരുപാട് വേണ്ട, ചെറിയൊരു എരിവിന് വേണ്ടി മാത്രം. ഒരു അര ടീസ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അതിനകത്തൊരു ഗരം മസാല ചേർത്താലും മതി. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം, ലേശം. ചേർക്കണമെന്നില്ല, എന്നാലും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് തൈരില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ കുഴച്ച് ഒരു മണിക്കൂറോളം നമുക്കിതിനെ ഒരു റെസ്റ്റ് കൊടുത്ത് ഇതിനകത്ത് മൊത്തം പിടിക്കണം രീതിയിൽ വെക്കാം. കുബൂസ് ശരിയാക്കാനുള്ള മൈദ എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് മൈദ എടുത്തു. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈസ്റ്റ്, ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കിയെടുത്താണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ മൈദ കുഴച്ച് നല്ലപോലെ പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂറത്തേന് നമുക്ക് റെസ്റ്റിന് വെക്കാം. 1 മണിക്കൂറെങ്കിലും നമ്മൾ നല്ലപോലെ സാധനം ഇങ്ങനെ ഇരിക്കണം. 1 മണിക്കൂറത്തേന്, എന്നാലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പൊങ്ങി വരത്തുള്ളൂ. നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഓരോരോ പീസായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണ്ട. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി, മുകൾ വശം മാത്രം ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ചിക്കൻ്റെ കളർ ഇങ്ങനെ പകുതിക്ക് വെച്ചൊരു വെള്ള കളറാകുമ്പോഴത്തേന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഷവർമ ഉണ്ടാക്കുന്നത്. ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയി വന്നാൽ മതി. 2 സൈഡും ചെറിയ രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ അകമെല്ലാം നല്ലപോലെ വേകും. എന്നിട്ട് നമ്മൾ ഇനി അത് പിച്ചാത്തിച്ച് നല്ലപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. സാധനം എന്തായാലും സെറ്റാണ്. 2 സൈഡും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനി വാങ്ങാം. ഇപ്പോൾ ഷവർമയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ക്യാബേജ് എടുക്കാം. കുറച്ച് മതിയാവും. നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടും. ചിലർ തക്കാളിയൊക്കെ ഇടും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ 2 മതി. ഇനി നമുക്ക് ചിക്കൻ അരിഞ്ഞെടുക്കാം. ചിക്കൻ ഇതുപോലെ തന്നെ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്ക് വേണ്ട അകം നല്ല പോലെ വെന്ത് കുറവശം നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് നല്ലപോലെ ഇപ്പോൾ 1 മണിക്കൂറായപ്പോഴത്തേന് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് പരത്തിയെടുക്കാം. നോക്കൂ, ഇനി നമുക്ക് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. നമ്മൾ പാനിൻ്റെ അകത്ത് എണ്ണ തേച്ചിട്ട് അതിനകത്തോട്ട് എടുത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വലിയ കുബൂസ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് സിമ്മിലിട്ടുകൊണ്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഓവനിലിട്ട് വെക്കേണ്ടതാണ്. നമ്മൾ എല്ലാം വീട്ടിലുണ്ടാക്കുന്ന രീതിയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പാനിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. പാനിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ലപോലെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുബൂസ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുബൂസ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, വാവ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇതാണ് കൂട്ടത്തിൽ കേമൻ വലിയത്. ഓക്കെ, നമുക്കുള്ള വെജിറ്റബിളും ചിക്കനോടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സാക്കാം. ഈ മയോണൈസ് ഇട്ട് കൊടുക്കാം. നല്ല തിക്ക് മയോണൈസായിട്ട് നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് നല്ല കട്ടിക്ക് എടുക്കണം. അപ്പോൾ അത് നല്ല പോലെ ഇതിനൊക്കെ ഫുള്ളായിട്ട് പുരട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ 3 കുബൂസിനകത്തിലും മയോണൈസ് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷവർമ
റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുരുട്ടിയെടുക്കാം. വാവ്, നമ്മുടെ കുബൂസും സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ കുബൂസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. വാവ്, അപ്പോൾ നമ്മുടെ ഷവർമ നല്ല കിടിലൻ ഷവർമ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം കഴിച്ചു നോക്കാം. ദേവു കഴിച്ചു നോക്കി, കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞേ. സൂപ്പറാണ്. അങ്ങനെ ദേവു സോഫ്റ്റ് ആയിട്ടില്ലേ? കുബൂസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ? സാധനം കിടുവായിട്ടുണ്ട്. അപ്പോൾ സാധനം നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഷവർമ ഇഷ്ടമുള്ളവരൊക്കെ വീട്ടിൽ തന്നെ ഇതേപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടാറ്റ.